വീട്ടിലെ കുക്കിംഗ്, ഡിഷ് വാഷിംഗ്, ക്ലോത്ത് വാഷിംഗ്, ക്ലീനിങ്, അതായിരിക്കും ഒരു പക്ഷേ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോ പ്രോബ്ലം. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് എത്ര നാൾ ഞാനിത് ചെയ്യണത് വിശ്വസ്തരെ. ഐ വിൽ ഗിവ് മൈ ലോർഡ് ദ ബെസ്റ്റ്. കർത്താവിന് ഏറ്റവും നല്ല ഞാൻ കൊടുക്കും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ യൂത്ത് റിവൈവൽ ടൂർ നമുക്ക് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. പക്ഷേ ഈ ആഴ്ചയിൽ നമുക്ക് നടക്കാൻ പോകുന്ന വർക്കലയിലാണ്. ഈ ആഴ്ചയിൽ 8-ാം തീയതി, അതായത് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് യൂത്തിൻ്റെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലായിട്ട് ഞാനും ബ്രദർ ഡാമിനും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും അവിടേക്ക് വരുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ 9-ാം തീയതി, അതായത് ഈ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള പ്രത്യേക ആരാധനയിലേക്ക് കോഴിക്കോടിലേക്ക് ഞാൻ വരികയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രെയർ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി സമയം എടുക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞായറാഴ്ച കോഴിക്കോട്ടേക്ക് കടന്നു വരിക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഓമന സുബ്രഹ്മണ്യനാണ്. താങ്ക് യു സിസ്റ്റർ ഓമന. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കെയർ ഹോം എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ, കുട്ടികളുടെ പഠനത്തിൽ ഉന്നത വിജയം ഉണ്ടാകുവാൻ, കുടുംബത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപയും അനുഗ്രഹവും എല്ലാം അധികമായിട്ട് അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ഒരാഴ്ച ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടി ഇരിക്കും, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടി ഇരിക്കും. ഇമ്മാനുവേൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇമ്മാനുവേൽ. എനിക്കൊന്ന് ആദ്യം തന്നെ അതങ്ങ് ടൈപ്പ് ചെയ്തിടാം എല്ലാവരും. ഇമ്മാനുവേൽ, ദൈവം എന്നോടുകൂടെ എന്നങ്ങ് അടിച്ചു. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഇമ്മാനുവേൽ, ദൈവം എന്നോടുകൂടെ. ഇമ്മാനുവേൽ, ദൈവം എന്നോടുകൂടെ ടൈപ്പ് ചെയ്തിടുക. ഇന്ന് ഓഗസ്റ്റ് 3 മൺഡേ ആണ്. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിലിജൻസ്. ഡിലിജൻസിൻ്റെ മലയാളത്തിൽ പ്രവൃത്തിയിലെ സാമർഥ്യം, പരിശ്രമശീലം, അധ്വാനശീലം എന്നൊക്കെ നമുക്ക് പറയാം. അതൊന്ന് ടൈപ്പ് ചെയ്യുക പെട്ടെന്ന്, വളരെ ഫാസ്റ്റായിട്ട് എല്ലാവരും. ക്യുക്ക് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഡിലിജൻസ്, അധ്വാനശീലം, പരിശ്രമശീലം, പ്രവൃത്തിയിലെ സാമർഥ്യം, ജോലിയിലെ മികവ്, അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്തിടുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് Proverbs 22 and verse number 29. Do you see anyone skilled in their work? They will serve before kings. മലയാളത്തിൽ, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. സദൃശവാക്യങ്ങൾ 22-29. ഇന്നത്തെ ഡെക്ലറേഷൻ, ഐ വർക്ക് വിത്ത് ഡിലിജൻസ് ആൻഡ് കെയർ ടുഡേ. ഇന്ന് വളരെ സാമർഥ്യത്തോടും ശ്രദ്ധയോടും കൂടെ ഞാൻ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. എക്സലൻസ് ബ്രിങ്സ് മീ ബിഫോർ ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ്. ശ്രേഷ്ഠത, എൻ്റെ പ്രവൃത്തിയിലെ ശ്രേഷ്ഠത എന്നെ ദൈവിക അവസരങ്ങൾക്കായി ഒരുക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതിൽ നോക്കി, ഡിവോഷണൽ ഡയറിയിൽ നോക്കി വായിക്കുകയും അതിൽ തന്നെ ടിക്ക് ചെയ്യുകയും ചെയ്യുക. ഡിലിജൻസിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പരിശ്രമശീലം, അധ്വാനശീലം, പ്രവൃത്തിയിലെ സാമർഥ്യം, ജോലിയിലെ മികവ് എന്നൊക്കെ പറയുന്നതാണ് ഡിലിജൻസ്. സദൃശവാക്യങ്ങളിൽ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് ഡിലിജൻസ്. ഇംഗ്ലീഷിൽ ഡിലിജൻസ്, മലയാളത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രവൃത്തിയിലെ സാമർഥ്യം, അങ്ങനെയുള്ളത്. 4 കാര്യങ്ങളിൽ ഒന്ന് എഴുതുക. ഇത് ടൈപ്പ് ചെയ്തിടുകയും വേണം.
ഡിലിജൻസ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദ ഓർഡിനറി. സാധാരണ കാര്യങ്ങളിലെ വിശ്വസ്തതയാണ് ജോലിയിലെ മികവ്. സാധാരണ കാര്യങ്ങളിലെ വിശ്വസ്തതയാണ് പ്രവൃത്തിയിലെ, ജോലിയിലെ ശ്രേഷ്ഠത അല്ലെങ്കിൽ മികവ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സദൃശവാക്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എ ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം. സോങ് ഓഫ് സോളമൻ ലവ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പുസ്തകമാണ് സോങ് ഓഫ് സോളമൻ. ഇത് സദൃശവാക്യങ്ങൾ ജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഡം ബുക്കാണ്. മറ്റേത് സ്നേഹത്തെ മുഴുവൻ പ്രകീർത്തിക്കുകയാണ്, ഉത്തമഗീതം. ഇത് ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ മൊത്തം പ്രോവബ്സ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് വിസ്ഡമാണ്. അതുകൊണ്ടാണ് ഈ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഒരധ്യായം വീതം, 31 അധ്യായങ്ങളാണ് സദൃശവാക്യങ്ങളുള്ളത്. സാധാരണ ഒരു മാസം 30 ദിവസം 31 ദിവസം അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും 1-ാം തീയതി 1-ാമത്തെ അധ്യായം, 2-ാം തീയതി 2-ാമത്തെ അധ്യായം. ക്ഷമ അത് നയമായെ കൊണ്ട് എമിയെ കൊണ്ടൊക്കെ അതത് ദിവസം ഇങ്ങനെ വായിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോവബ്സ് ഡസ് നോട്ട് സ്പീക്ക് ഫസ്റ്റ് അബൌട്ട് മിറക്കിൾസ് ഓർ പ്രൊമോഷൻസ്. ഒരിക്കലും സദൃശവാക്യങ്ങൾ വായിച്ചാൽ ആദ്യം തന്നെ അത്ഭുതങ്ങൾ നടക്കുമെന്നോ അല്ലെങ്കിൽ വലിയ ഉന്നമനം ജീവിതത്തിലുണ്ടാകുമെന്നോ പറയുന്നില്ല. പകരം ഇറ്റ് സ്പീക്സ് അബൌട്ട് ബീങ് സ്കിൽഡ് ഇൻ യുവർ വർക്ക്, ജോലിയിലെ മികവ്. ഇതാണ് ആദ്യം പ്രൊമോട്ട് ചെയ്യുന്നത്. അതപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ വലിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. എന്ത് ചെയ്താലും അതിൽ ഒരു കൃത്യത, അതിലൊരു നൈപുണ്യം, അതിലൊരു ശ്രേഷ്ഠത, അതിലേറ്റവും ബെസ്റ്റാകുക, എങ്കിൽ മാത്രമേ ഒരു പ്രൊമോഷൻ, ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: ബിഫോർ ഗോഡ് എൻറ്റേഴ്സ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഹി വാച്ചസ് ഹൗ വി ഹാൻഡിൽ ടുഡേയ്സ് റെസ്പോൺസിബിലിറ്റീസ്. നാളുകളിൽ വലിയ ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുൻപ് ഇന്ന് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിൽ എത്ര നന്നായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡേവിഡ് വാസ് കെയറിങ് ഫോർ ഷീപ്പ് ബിഫോർ ഹി റൂൾഡ് നേഷൻ. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി, രാജാവായി മാറുന്നതിന് മുമ്പ് സ്വന്തം പിതാവിൻ്റെ ആടുകളെ അവൻ മേയ്ക്കുകയായിരുന്നു. പക്ഷേ ഈ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരാട് പോലും സിംഹമോ കരടിയോ വന്യമൃഗങ്ങളോ കൊണ്ടുപോകാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. ഒരെണ്ണം പോയപ്പോൾ ആരറിയാമോ, അപ്പനിതൊന്നും നോക്കാനൊന്നും പോകുന്നില്ല, അത് തിന്നെന്ന് പറഞ്ഞാൽ മതി. നോ, ഒരാട് പോലും നഷ്ടപ്പെടാതെ, എണ്ണത്തിൽ കുറയാതെ സകലത്തെ സംരക്ഷിക്കുന്ന കൃത്യത, വിശ്വസ്തത, സൂക്ഷ്മത ദാവീദിനുണ്ടായിരുന്നു. ഇതാണ് ദൈവത്തെ ആകർഷിച്ചത്. അങ്ങനെയെങ്കിൽ എൻ്റെ ആടുകളായി ഇസ്രായേൽ ജനത്തെ ഇവൻ നോക്കും. വെറും മൃഗങ്ങളുടെ പരിരക്ഷണം, മൃഗങ്ങളുടെ കെയർ നന്നായി ചെയ്തതുകൊണ്ട്, ആടുകളുടെ കെയർ നന്നായി ചെയ്തതുകൊണ്ട് ആളുകളുടെ കെയർ നന്നായി ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. സോ ഇതിലുള്ള ഡിലിജൻസ് ആണ് ദൈവം തന്നെ ഒരു ഭരണാധികാരിയായി ഉയർത്തുന്നതിൻ്റെ പുറകിലുള്ള അടിസ്ഥാനം. ഇതുപോലെ തന്നെ എലീശയുടെ കഥ അറിയാലോ. എലീശ വാസ് ഫെയ്ത്ത്ഫുള്ളി പ്ലൗയിങ് ബിഫോർ ഹി ബിക്കേം എ പ്രോഫറ്റ്. ഒരു പ്രവാചക അഭിഷേകം താൻ പ്രാപിച്ച് ഏലിയാവിൻ്റെ പിന്നാലെ പോകുന്നതിനും തൻ്റെ സക്സസറായി തീരുന്നതിനും മുൻപ് ദൈവം അവനിൽ കണ്ടത്, അവൻ്റെ കാള് ഏകദേശം 12 എയർ കാളകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാളകളെ പൂട്ടി ഉഴുതുമറിക്കുന്ന ആ ഫാമർ എന്ന രീതിയിൽ താനൊരു വലിയ വിശ്വസ്തത കാണിച്ചതുകൊണ്ട് മാത്രമാണ് ദൈവം അടുത്തതിലേക്ക് തന്നെ കൊണ്ടുപോയത്. ഇനി ചില വചനങ്ങൾ കുറിച്ച് വയ്ക്കണം, കൂടുതൽ പഠിക്കാനും ആഴത്തിൽ ധ്യാനിക്കാനും. സഭാപ്രസംഗം 9:10, എക്ലീസിയാസ്റ്റസ് 9:10, whatever your hand finds to do it with all your might. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കൂടെ ഞാൻ പറയുന്ന ഒരു വചനമാണ്. കൈകൾ കൊണ്ട് എന്ത് ചെയ്താലും പൂർണ്ണ ശക്തിയോടെ ചെയ്യുക, ഏത് ജോലിയും വളരെ നന്നായി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്യു 25:23, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. കർത്താവ് പോലും തൻ്റെ ഉപമയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ലേ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന സ്വഭാവം ദൈവത്തെ ആകർഷിക്കുന്നു, ദൈവപ്രസാദത്തെ ആകർഷിക്കുന്നു,
ഉയർച്ചകളെ ആകർഷിക്കുന്നു, പുതിയ അവസരങ്ങളെ ആകർഷിക്കുന്നു, പ്രൊമോഷൻ കൊണ്ടുവരുന്നു. പ്രൊമോഷൻ ഓഫ്റ്റൻ വെയർസ് ദ ക്ലോത്ത്സ് ഓഫ് ഡെയിലി ഫെയ്ത്ത്ഫുൾനെസ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഉയർച്ച, പ്രൊമോഷൻ നമ്മുടെ മുമ്പിൽ വരുന്നത് വേഷം മാറിയിട്ടാണ്. എങ്ങനെയാണ് പ്രച്ഛന്ന വേഷത്തിൽ വരുന്നത്? എൻ്റെ വേഷം ഇതാണ്: ദിവസം തോറുമുള്ള വിശ്വസ്തതയുടെ കുപ്പായമണിഞ്ഞാണ് ഉയർച്ച നമ്മുടെ മുമ്പിൽ വരുന്നത്. ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ വിശ്വസ്തത, ഡെയിലി ഫെയ്ത്ത്ഫുൾനെസ്, അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ദിനംതോറുമുള്ള വിശ്വസ്തത, ദിനംതോറുമുള്ള വിശ്വസ്തത. ഒത്തിരി പേർക്കും ഭയങ്കരമായ മൂഡ് സ്വിങ്സാണ്. ഇന്ന് ഭയങ്കര ഹൈ ആയിരിക്കും, നാളെ ഭയങ്കര ലോ ആയിരിക്കും. കുറേയൊക്കെ കാണും, മനുഷ്യരല്ലേ, നോ പ്രോബ്ലം. എന്നാൽ ഇതിനെ ഒന്ന് സ്റ്റഡിയാക്കി ദിവസവും വളരെ കൺസിസ്റ്റൻ്റായി സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അവിടെയാണ് ഉയർച്ച വരുന്നത്. ഒരു ഒളിമ്പിക് മത്സരത്തിൽ ഒരാൾക്ക് മെഡൽ കിട്ടുമ്പോൾ ആ സമയത്ത് അയാളെ ലോകം മുഴുവൻ കാണുകയാണ്, ഭയങ്കരമായ അപ്രീസിയേഷൻ വരികയാണ്. എന്നാൽ അതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ട്രെയിനിങ് സെഷനുകൾ ആരും കാണാതെ ഓരോ ദിവസവും ഭയങ്കരമായി തണുപ്പുള്ള ദിവസങ്ങൾ, പ്രഭാതങ്ങളിലൊക്കെ എഴുന്നേറ്റ് കഠിനമായ പരിശീലനത്തിലൂടെ പോയി എന്നാൽ ചില നിമിഷങ്ങളിലേക്ക് ലോകം മുഴുവൻ കാണുന്നതിന് മുൻപ് ഇത്രയും ഡെയിലി ഡിലിജൻസ്, ഡെയിലി ഫെയ്ത്ത്ഫുൾനെസ് അതിൻ്റെ പുറകിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എഴുതുക: ഡിലിജൻസ് റെഡീംസ് ടൈം. ഇങ്ങനെയുള്ള പരിശ്രമശീലം സമയത്തെ വീണ്ടെടുക്കുന്നു, അഥവാ ഒത്തിരി സമയം ലാഭിക്കും. ലേസി പീപ്പിൾ വെയിറ്റ് ഫോർ ഐഡിയൽ കണ്ടീഷൻസ്. ഉദാസീനരായ, മടിയന്മാരായ ആളുകൾ എല്ലാ കാര്യങ്ങളും ശരിയായി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ബിസിനസ് തുടങ്ങും, ഭയങ്കര ഒരു ബിസിനസ് തുടങ്ങും. ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കാത്തിരുന്ന് അതിന് ഇത്ര ക്യാപിറ്റൽ വേണം, അപ്പോൾ അതിന് ഇത്ര ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, ഈ മാർക്കറ്റൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടി കാത്തിരുന്ന് വർഷങ്ങൾ വെറുതെ പാഴാക്കും. എന്നാൽ ആ സമയം കൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങി, എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും, കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ലെവലിലേക്ക് പോകാം. സോ diligent people make wise use of the opportunities they have. എന്നാൽ ഡിലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ, അധ്വാനശീലമുള്ള, പരിശ്രമശീലമുള്ള, എല്ലാത്തിലും മികവ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അവർ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അവർ വിനിയോഗിക്കാൻ തുടങ്ങും. എവ്രി ഡേ ഗോഡ് ഗിവ്സ് us ഈസ് എ സീഡ്. ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ഒരു വിത്ത് പോലെയാണ്. ഒരു അമരയുടെ വിത്ത്, പയറിൻ്റെ വിത്ത് പോലെയാണ് ഒരു ദിവസം ഒരു വിത്താണെന്ന് വിചാരിക്കുക. വൺസ് ഇറ്റ് ഈസ് സ്പെൻറ്റ് ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ്. ഒരിക്കൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും റീയൂസ് ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു ദിവസം ഇനി നാളെ നമുക്കത് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇന്ന് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ദിവസത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയൂ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ, ബി വെരി കെയർഫുൾ ഹൗ യു ലിവ്, മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. നിങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുവിൻ, കരുതുവിൻ. ഓരോ അവസരങ്ങൾ അവിടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. അങ്ങനെ എന്താണ് മലയാളത്തിൽ വരുന്നത്? അല്ലെങ്കിൽ ഓരോ അവസരവും ദൈവം നമുക്ക് നൽകുന്ന സുവിശേഷം പറയാനുള്ള അവസരം, പ്രാർത്ഥിക്കാനുള്ള അവസരം, വചനം പഠിക്കാനുള്ള അവസരം, ദൈവത്തോടുകൂടി നടക്കാനുള്ള അവസരങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ഓരോ അവസരങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള, വചനം വായിക്കാനുള്ള, സുവിശേഷം പറയാനുള്ള, ദൈവത്തിനുവേണ്ടി ജീവിക്കാനുള്ള ഓരോ അവസരങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഒരിക്കൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്താൽ രണ്ടാമത് ലഭിക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരിക്കൽ നമുക്ക് ലഭിച്ച സമയം ഒരിക്കലും നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ സാധ്യമല്ല. ഒത്തിരി സാധനങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാം, അല്ലേ, കൂടുതൽ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ സമയം ഒരിക്കലും റീയൂസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതെന്നേക്കുമായി പാസ്റ്റ് ഇറ്റേണിറ്റിയിലേക്ക് സ്ലിപ്പ് ചെയ്ത് വീഴുകയാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യമല്ല. Psalm 19:12
90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വചനത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, ടീച്ചസ് ടു നമ്പർ അവർ ഡേയ്സ്. ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്തെണ്ണാൻ? ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. വർഷങ്ങളല്ല, പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകളല്ല, ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കും. ജ്ഞാനത്തോടുകൂടി ഒരു പ്രാർത്ഥനയാണ്. അത് മോശയുടെ, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സദൃശവാക്യങ്ങൾ 10:4, ലേസി ഹാൻഡ്സ് മേക്ക് ഫോർ പോവർട്ടി ബട്ട് ഡിലിജൻറ്റ് ഹാൻഡ്സ് ബ്രിങ് വെൽത്ത്. ഉദാസീനമായ കരങ്ങൾ കൊണ്ട് ദാരിദ്ര്യം മാത്രം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എന്നാൽ ഡിലിജൻറ്റ് ഹാൻഡ്സ്, അധ്വാനശീലമുള്ള, പരിശ്രമശീലമുള്ള, കൃത്യനിഷ്ഠതയുള്ള കരങ്ങൾ സമ്പത്തുണ്ടാക്കുന്നു. Diligence understands that today's obedience shapes tomorrow's harvest. ഈ അധ്വാനശീലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പരിശ്രമശീലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ അനുസരണമാണ് നാളത്തെ കൊയ്ത്ത് കൊണ്ടുവരുന്നത്. ഇന്ന് അധ്വാനിച്ച് നാളെ കൊയ്യാം എന്നത് ഡിലിജൻസിന് അറിയാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ആർ ബിൽറ്റ് ഫ്രം ഫെയ്ത്ത്ഫുൾ മൊമെൻറ്റ്സ്. വിശ്വസ്തതയേറിയ നിമിഷങ്ങൾ കൊണ്ടാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. നിമിഷങ്ങൾ കൊണ്ടാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. നമ്പർ 3, ഡിലിജൻസ് അട്രാക്ട്സ് ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെയുള്ള പരിശ്രമശീലം ദൈവികമായ അവസരങ്ങളെ ആകർഷിക്കുന്നു. സോളമൻ സേസ്, ദ ഡിലിജൻറ്റ് പേഴ്സൺ വിൽ സെർവ് ബിഫോർ കിങ്സ്. ഈ ശലോമോൻ രാജാവ് സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പരിശ്രമശീലമുള്ള വ്യക്തികൾ രാജാക്കന്മാരുടെ മുമ്പിൽ പോലും നിൽക്കും, അവരെ സെർവ് ചെയ്യും. കിങ്സ് ലുക്ക് ഫോർ പീപ്പിൾ ഹു സോൾവ് പ്രോബ്ലംസ്, നോട്ട് ക്രിയേറ്റ് ദം. ഒരു രാജാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെയാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ അല്ല. നമ്മളൊരു ജോലി സ്ഥാപനത്തിലേക്ക് ഒരാളെ എടുക്കുന്നത് പ്രശ്നങ്ങൾ കൂട്ടാനല്ലല്ലോ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില സ്റ്റാഫ് മെമ്പേഴ്സ്, ചില തൊഴിൽ സ്ഥാപനങ്ങളിലെ, ഓഫീസുകളിലെ, പ്രൈവറ്റ് കമ്പനികളിലെ ചില സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ പ്രത്യേകത, അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ളവരെ അധികം താമസിയാതെ മാനേജ്മെൻറ്റ് അങ്ങ് പിരിച്ചുവിടും. ജോസഫ്സ് ഡിലിജൻസ് ബ്രോട്ട് ഹിം ബിഫോർ ഫാരോ. യോസഫിൻ്റെ കഥ അനേക പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഡിലിജൻസ് എന്ന് വെച്ചാൽ കുണ്ടറയിൽ കിടക്കുമ്പോൾ പോലും, പൊത്തീഫറിൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്താലും കൃത്യതയോടെ, ശ്രേഷ്ഠതയോടെ, ഏറ്റവും ഭംഗിയായി ചെയ്യുന്നൊരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു, ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ അവിടുത്തെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എത്തിച്ചില്ലേ. ഡാനിയൽസ് ഡിലിജൻസ് ബ്രോട്ട് ഹിം ബിഫോർ കിങ്സ്. ഇത് തന്നെയാണ് ദാനിയേലിൻ്റെ ജീവിതത്തിലും. തൻ്റെ ജീവിതത്തിൽ സകലവും ഭംഗിയായി ചെയ്തതുകൊണ്ട് എല്ലാ സട്രാപ്സ്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന വലിയ 120 സംസ്ഥാനങ്ങളുടെ മുകളിലുണ്ടായിരുന്ന സട്രാപ്സിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ദാനിയേൽ വന്നു. താൻ പല രാജാക്കന്മാരുടെ മുമ്പിൽ സേവനമനുഷ്ഠിച്ചു. നെഹെമ്യാസ് ഡിലിജൻസ് ഏൺഡ് ദ കോൺഫിഡൻസ് ഓഫ് എ കിങ്. ഇതുപോലെ തന്നെയാണ് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ തൻ്റെ ജോലിയിൽ വീഞ്ഞുപാത്രം എടുത്ത് രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഏറ്റവും വിശ്വസ്തനായ, ചതിക്കാത്ത നല്ലൊരു ക്യാരക്ടറിനെ, അതായത് സ്വന്തം ജീവൻ പോയാൽ പോലും രാജാവിൻ്റെ ജീവൻ പോകരുത്, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ അവിടെ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത ജോലിയിലെ ശ്രേഷ്ഠത നിമിത്തമാണ് രാജാവ് തന്നിൽ പ്രസാദിച്ചിട്ട് ജെറുസലേം ദേവാലയത്തിന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ ജെറുസലേം മതിലുകൾ മുഴുവൻ ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയുവാനുള്ള പെർമിഷൻസും സപ്ലൈയും എല്ലാം കൊടുത്തത്. ചില വചനങ്ങൾ കുറിക്കാം. ഉൽപ്പത്തി പുസ്തകം 41:39 മുതൽ 41 വരെ. അവിടെ ഫറവോൻ ഈ യോസഫിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം. ഡാനിയൽ 6:3, ഡാനിയലിൻ്റെ പുസ്തകം 6:3, ഡാനിയൽ ഡിസ്റ്റിങ്വിഷ്ഡ് ഹിംസെൽഫ് ബിക്കോസ് ഓഫ് ആൻ എക്സലൻറ്റ് സ്പിരിറ്റ്. അവിടെ പ്രത്യേകിച്ച് പറയുന്നത് ദാനിയൽ ഉത്കൃഷ്ടമാനസനായിരുന്നു, അഥവാ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. ജോലിയും അതുപോലെ ചെയ്തു. സദൃശവാക്യങ്ങൾ 12:24
ദ ഹാൻഡ് ഓഫ് ദ ഡിലിജൻറ്റ് വിൽ റൂൾ. ഇങ്ങനെ പരിശ്രമശീലമുള്ളവരുടെ കരങ്ങളാണ് ഭരണം നടത്തുന്നത്. ഗോഡ് ഓഫ്റ്റൻ ഓപ്പൺസ് എക്സ്ട്രാ ഓർഡിനറി ഡോഴ്സ് ത്രൂ ഓർഡിനറി എക്സലൻസ്. സാധാരണ കാര്യങ്ങളിലുള്ള ശ്രേഷ്ഠതയിലൂടെ അസാധാരണമായ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് ജോലിയാണെങ്കിലും, ഒരു ശുശ്രൂഷയാകാം, ഒരു സ്കൂൾ ടീച്ചറാകാം, നഴ്സാകാം, അല്ലെങ്കിൽ ഒരു കാർപ്പൻട്രി വർക്കാകാം, പെയിൻറ്ററാകാം, ഏത് ജോലിയും ചെയ്യുന്നത് വളരെ വൃത്തിയായി ഭംഗിയായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം ആയി തുറക്കുന്ന അവസരങ്ങളുടെ ഒരു താക്കോലാണ്. ഈ ഡിലിജൻസ് എന്ന താക്കോല് കൊണ്ടാണ് അവസരങ്ങൾ തുറന്നു വരുന്നത്. അവസാനത്തേത്, ഡിലിജൻസ് ഓണേഴ്സ് ഗോഡ്. ഇങ്ങനെ എന്തിന് ഇത്രയും കൃത്യതയോടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണോ? ഉത്തരം, ഈ അധ്വാനശീലം, പരിശ്രമശീലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിലൂടെ ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരുപക്ഷെ പ്രീച്ചേഴ്സ്, വചനം പ്രസംഗിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പലരെയും ലീഡ് ചെയ്യുന്നവരുണ്ട്, ടീം ക്യാപ്റ്റൻസായിട്ട്, ടീം ലീഡേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, മാനേജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, വിവിധ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഏത് ജോലി ചെയ്താലും ഇതിലൂടെയെല്ലാം ദൈവത്തിന് എവ്രിത്തിങ് ബിക്കംസ് ആൻ ഓഫറിങ് ടു ഗാഡ്. ദൈവത്തിനുള്ളൊരു സ്തോത്ര വഴിപാടായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ആദ്യം ചോദിക്കേണ്ടത്, ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപകരിക്കുമോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 21-24, വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് എന്നവണ്ണം ചെയ്യുവേ. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? 1 കൊരിന്ത്യർ 15:58 എല്ലാവർക്കും അറിയാം. ഓൾവേസ് ഗിവ് യുവർ സെൽഫ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ വേലയിൽ എല്ലായ്പ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ. ഹീബ്രൂസ് 6:10 പറയുന്നത്, ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്, ഹി വിൽ നോട്ട് ഫോർഗെറ്റ് യുവർ വർക്ക്. നിങ്ങളുടെ അധ്വാനത്തെ മറന്നുകളയാൻ ദൈവം അനീതിമാനല്ല. എന്ത് ചെറിയൊരു കാര്യം ചെയ്താൽ പോലും ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിന് റെക്കോർഡുണ്ട്. എക്സലൻസ് ഈസ് നോട്ട് അബൌട്ട് ഗെയിനിങ് അപ്ലോസ്. ഈ ശ്രേഷ്ഠമായ രീതിയിൽ, ഉത്കൃഷ്ടമായ രീതിയിലെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും കയ്യടി നേടുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് അബൌട്ട് ഗിവിങ് ഗോഡ് അവർ വെരി ബെസ്റ്റ്. മനുഷ്യരത് തിരിച്ചറിഞ്ഞാലും ഇല്ലേലും, മനുഷ്യർ അതിന് ട്രോഫി നൽകിയാലും മെമൻറ്റോ നൽകിയാലും ഇല്ലേലും, അഭിനന്ദിച്ചാലും ഇല്ലേലും, പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് ഇതൊരവസരം തന്ന, എനിക്കൊരു ജീവിതം തന്ന, എനിക്ക് കഴിവ് തന്ന ദൈവത്തിന് ഏറ്റവും നല്ലത് ഞാൻ അർപ്പിക്കും എന്ന് പറയുന്നതാണ്. ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്, എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ചെയ്യുന്ന ദിവസം തോറുമുള്ള ജോലി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ബ്രദർ, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എനിക്ക് വീട്ടുപണിയാണ് എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലെ കിച്ചണിൽ വർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. അത് നല്ല രീതിയിൽ ചെയ്യാമോ ദൈവം കാണുന്നു. വേറെ ആരും വിലമതിക്കുന്നില്ലായിരിക്കും. ഒരുപക്ഷെ പിള്ളേരൊന്നും വന്നിട്ട്, മമ്മി നല്ല കറിയായിരുന്നു, നല്ല മീൻകറിയായിരുന്നു, നല്ല ദോശയായിരുന്നു, നല്ല ഇഡ്ഡലിയായിരുന്നു, ഇതൊന്നും പറയില്ലായിരിക്കും. ഭർത്താവ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്ന വണ്ണം. കേട്ടായിരുന്നു അത്? ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. വീട്ടിലെ കുക്കിംഗ്, ഡിഷ് വാഷിംഗ്, ക്ലോത്ത് വാഷിംഗ്, ക്ലീനിങ്, അതായിരിക്കും ഒരുപക്ഷെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോ പ്രോബ്ലം. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത്, എത്ര നാൾ ഞാനിത് ചെയ്യണം, അത് വിശ്വസ്തര. ഐ വിൽ ഗിവ് മൈ ലോർഡ് ദ ബെസ്റ്റ്. കർത്താവിന് ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കും എന്ന പോളിസിലായിരിക്കണം. ഇനി മറ്റ് ജോലി, പ്രൊഫഷണലി മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ, അവിടുത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് സ്റ്റാഫ് അവാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം, വിശ്വാസിയാണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മികവോടെ ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികൾ
ചിലപ്പോൾ താമസിക്കുന്നുവെന്ന് തോന്നിയാൽ പോലും ഒരു സമയത്ത് ദൈവം ഉയർത്തിക്കൊണ്ടുവരും. ഡിലിജൻസ് ഉള്ള ആളുകളെ, അഥവാ വളരെ ശ്രേഷ്ഠമായി എല്ലാം ഭംഗിയായി ചെയ്യുന്ന ആളുകളെ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ഒത്തിരി സ്റ്റാഫ് ഉള്ളപ്പോൾ ഏറ്റവും നന്നായി ചെയ്യുന്നവരെ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും. നമുക്കൊരു ബേർഡനില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിച്ച് ചെയ്യുന്ന പല സ്റ്റാഫ് മെമ്പേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ അനേക പ്രാവശ്യം പറഞ്ഞാൽ പോലും നല്ല രീതിയിൽ ചെയ്യാത്ത സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇത് കാണുന്നല്ലോ. ദൈവം കാണുമ്പോൾ നമുക്കൊരു ഉയർച്ച വരണമെങ്കിൽ ശുശ്രൂഷയായാലും അല്ലാത്ത രീതിയിൽ ഏത് ജോലിയായാലും പഠനമായാലും ഏറ്റവും ഭംഗിയായി ആ സീസണിൽ ദൈവം എന്നെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ഭംഗിയായി ചെയ്യുന്ന ഒരു ഡിലിജൻസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇന്നത്തെ സന്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും അതുപോലെ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. എല്ലാവരെയും തൊടണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായത് കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ മേലൊരു വലിയ സൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ബോയിൽസ് വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികളിലുള്ള രോഗം സൗഖ്യമാകട്ടെ. കൂടെ ഈ അസ്ഥികൾ ഒടിയുന്നത് പോലെയുള്ളത്, എൻ്റെ ഈ ഒരുപക്ഷെ ബോൺ ഡെൻസിറ്റി കുറവോ ഓസ്റ്റിയോപ്രോസിസ് ഒക്കെ ആയിരിക്കാം. യേശുവിൻ നാമത്തിൽ ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ. കുറേ നാളുകായിട്ട് ഈ നെക്ക് പെയിൻ, കഴുത്തിന് വേദനയുള്ള ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. അലർജികൾ സൗഖ്യമാകട്ടെ. ഞാൻ ചിലതൊക്കെ വിളിച്ചു പറയുന്നെങ്കിലും ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. രോഗസൗഖ്യമല്ല നിങ്ങളുടെ ആവശ്യം. എന്താണെങ്കിലും കർത്താവ് ഈ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ സൗഖ്യം നടക്കട്ടെ. പ്രത്യേകിച്ച് ഈ വയറിനകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. സോ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് ഒത്തിരി നന്ദി. ഇതെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ. ഒരു ലൈക്ക് കൊടുക്കുക. എനിക്കല്ല, യേശുവിന്. ലിങ്ക് അയക്കുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ വചനമാണ്, ഡാമി ബ്രദറിൻ്റെ വചനമല്ല. അതുപോലും ഇന്നും നമ്മൾ കേട്ട ഡിലിജൻസിൻ്റെ ഒരു പാർട്ടായി ദൈവം കണക്കാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.